ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ ടൊമാറ്റോ ചട്നിയും കോക്കനട്ട് ചട്നിയും റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലിക്കുള്ള ബാറ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ബാറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതുപോലെ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ളൊരു ടൊമാറ്റോ ചട്നി ഇതിൻ്റെ അകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന കോക്കനട്ട് ചട്നിയും ഉണ്ട്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് റോ റൈസ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വീട്ടിലുപയോഗിക്കുന്ന പച്ചരി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇത് ഒരു 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അത് ആദ്യം വാഷ് ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകി അങ്ങനെ 2-3 പ്രാവശ്യമെങ്കിലും നമ്മളിത് റിപ്പീറ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് 3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുള്ള അരിയാണ്. ഇതിലഴുക്കെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുടിവെള്ളം ഒഴിക്കണം. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 4 തൊട്ട് 6 മണിക്കൂർ വരെ മാറ്റി വയ്ക്കണം. അരി നന്നായിട്ട് കുതിർന്ന് വരുന്നിടം വരെ നമ്മളിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വേറെ ഒരു ബൗളിലേക്ക് ഉഴുന്നെടുക്കുകയാണ്. ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. നമ്മളപ്പോൾ കുറച്ച് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കണം. നമ്മൾ കഴുകിയെടുക്കുമ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം കഴിയുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ കഴുകിയെടുക്കുന്ന വെള്ളം തെളിഞ്ഞ് വരും. അങ്ങനെ നന്നായിട്ട് വെള്ളം തെളിഞ്ഞ് വരുന്നിടം വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് ഇപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് കുതിരാൻ വേണ്ടി വയ്ക്കണം. ഇപ്പം നമ്മൾ അരിയും ഉഴുന്നും കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 തൊട്ട് 6 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യാം. നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 5-6 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാണ് വേണ്ടത്. അതുകൊണ്ട് വെള്ളമെല്ലാം മാറ്റിയിട്ട് വേണം നമ്മളിതിലേക്ക് ഇടാൻ. കാരണം അത് അധികം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള നല്ല അരഞ്ഞ ബാറ്ററായിട്ട് നമുക്ക് കിട്ടണം. ഉഴുന്ന് എപ്പോഴും നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതായിപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അരച്ചെടുക്കുക. ഇതിനി നമ്മൾ വേറെ ഒരു വലിയൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ അരച്ചെടുത്ത ഉഴുന്നിൻ്റെ ബാറ്റർ നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അരി നമ്മൾ കുതിർത്ത് വെച്ചതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് ചോറാണ്. നമ്മൾ ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. നമുക്ക് ഉഴുന്നഴിയുന്ന അത്രയും തന്നെ അരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഇനി അരി അരച്ചതും കൂടി നമ്മൾ ഉഴുന്നിൻ്റെ ബാറ്ററിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അരിയുടെ മിക്സും ഉഴുന്നിൻ്റെ മിക്സും കൂടി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഉപ്പ് ചേർക്കണമെങ്കിൽ നമ്മൾ ചേർക്കുന്ന ഉപ്പിൻ്റെ പകുതി ഇപ്പോൾ ചേർക്കാം. ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ലാസ്റ്റ് ഞാൻ ചേർക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചേർക്കുന്നില്ല. ഇപ്പോൾ അരിയും ഉഴുന്നും കൂടി നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്ത് വെക്കുക. അടച്ച് വെച്ചിട്ട് നമുക്കൊരു 8 തൊട്ട് 10 മണിക്കൂർ വരെ ഇത് മാറ്റി വയ്ക്കണം. ഇതൊരുവിധം ചൂടുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ വെക്കാൻ ശ്രമിക്കുക. കാരണം എന്നാലും ഇത് ഫെർമെൻറ്റ് ചെയ്ത് വരത്തുള്ളൂ. ഇപ്പോൾ ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാറ്റർ കൂടുതൽ തിക്കാവാനും അതുപോലെ ഭയങ്കര ലൂസാവാനും പാടില്ല. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലിത്തട്ടെല്ലാം കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് തടവി കൊടുക്കണം. കാരണം നമ്മൾ ഇഡ്ഡലി മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് വെന്ത് വരുമ്പോൾ ഇത് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തട്ടിലേക്ക് അത് കുറേ ഭാഗം ഒട്ടി പിടിച്ചു പോകും. ഇഡ്ഡലി നല്ല ഷേപ്പിലൊന്നും കിട്ടത്തില്ല. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ എല്ലാത്തിലും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഇഡ്ഡലി വേവുന്നിടം വരെ നമ്മളത് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മാറ്റി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഇതുപോലെ അരിഞ്ഞിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം.
നമ്മുടേത് തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്യാവുന്ന ഒരു തക്കാളി ചട്നിയാണ്. അതുപോലെ വളരെ ടേസ്റ്റിയാണ്. നമുക്കിത് ഈസിയായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി ചട്നി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതിനകത്ത് സവോള ഒത്തിരി അങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റുന്ന ഒരു ചട്നിയാണ്. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ അരിഞ്ഞതാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വരണം. ആ ഒരു പരുവത്തിലാകുന്നിടം വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒനിയനും വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണ്, അതുപോലെ നമ്മുടെ സാധാരണ ചില്ലി പൗഡറും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. ഞാനിവിടെ അധികം എരിവ് ഇടുന്നില്ല, അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മുളകൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒന്നും ചേർക്കണ്ട. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. ഇനി വേണ്ടത് നമ്മുടെ വറ്റൽമുളകാണ്. അതും 2-3 എണ്ണം ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ ചട്നി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ഇതിപ്പോൾ നമ്മളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കോക്കനട്ട് ചട്നി തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 3 എണ്ണം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് പച്ചമുളക്. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരു 1/4 കപ്പ് മതിയാവും. നമ്മൾ അധികം വെള്ളം ചേർത്തല്ല ഇത് അരയ്ക്കുന്നത്. ഡ്രൈ ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മളിപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കണം. 2-3 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇനി വേണ്ടത് കറിവേപ്പിലയും വറ്റൽമുളകുമാണ്. ഇതെല്ലാം കൂടി നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ ചട്നി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു ചട്നിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഡ്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ കോക്കനട്ട് ചട്നിയും തക്കാളി ചട്നിയും റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.